അഞ്ചപ്പാവാണെന്ന് കരുതിയ എനിക്കാ തെറ്റുപറ്റിയത്. എന്നെ ചതിക്കില്ലായിരുന്നോ? ഇങ്ങനൊരു ബന്ധം ഉണ്ടായിരുന്നിട്ടും എന്നോടത് മറച്ചു വെച്ചു. ഇനി എന്നോട് തുറന്നു പറഞ്ഞിരുന്നെങ്കിലും ഞാനത് ക്ഷമിക്കില്ലായിരുന്നോ? എന്തായാലും ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. പറയുമെന്ന് നോക്കാലോ. രാജു. എന്താ രാജു, ഒരു ടെൻഷൻ പോലെ? ടെൻഷനോ? എനിക്ക് ടെൻഷനൊന്നുമില്ല. ഋതുവിന് തോന്നിയതായിരിക്കും. തോന്നിയതായിരിക്കും. രാജു, കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഈ നന്ദന ഒരു പാവാണല്ലേ? പാവായിരിക്കും. അങ്ങനെ ഒരു മാൻകുട്ടി കൂടി ദീപക് എന്ന കഴുതപ്പുലിയുടെ കയ്യില്. ഒരു മഹാപാവത്തെ ഇങ്ങനെ മറ്റൊരുത്തൻ ചതിക്കുമ്പോ രാജുവിന് സങ്കടം തോന്നുന്നില്ലേ? ഇത് ഞാൻ സങ്കടപ്പെട്ടിട്ട് എന്ത് കാര്യം? ഇതൊക്കെ ഓരോരുത്തരുടെ വിധിയല്ലേ ഋതു. എന്നെ ചതിച്ചിട്ട് അത് വിധിയുടെ പേർക്ക് വയ്ക്കുന്നു. രാജു ഒരു ചതിയൻ തന്നെയാ. രാജു, ഈ നന്ദന ഏത് കോളേജിലാ പഠിച്ചത്? രാജുനറിയോ? പറയണോ? ഋതുവിനോടെല്ലാം തുറന്നു പറഞ്ഞാലോ? പറയണമെങ്കിൽ അത് നേരത്തെ പറയണമായിരുന്നു. ചെറിയമ്മ പറഞ്ഞതുവാ. ഇനിയിപ്പോ സമയവും കഴിഞ്ഞുപോയി. പറയണ്ട. രാജു, രാജുനെന്തു പറ്റി? ഞാൻ ചോദിച്ചതിന് മറുപടി ഒന്നും പറയാത്ത എന്താ? അല്ല, ഋതു എന്താ ചോദിച്ചേ? ഈ നന്ദന ഏത് കോളേജിലാ പഠിച്ചതെന്ന്. അതെങ്ങനെ എനിക്കറിയാം? ഞാൻ കരുതിയതുപോലെയല്ല. പഠിച്ച കള്ളനായി രാജു, പഠിച്ച കള്ളൻ. രാജു ഇവളെ ഇതിനു മുൻപ് കണ്ടിട്ടേ ഇല്ല? ഇല്ല, ഞാൻ ഇവിടെ വെച്ചല്ലേ അവളെ ആദ്യമായിട്ട് കാണുന്നത്. എല്ലാം തുറന്നു പറഞ്ഞാലോ ഋതുവിനെ തെറ്റിദ്ധരിക്കുവോ? ഇല്ല, പറഞ്ഞേക്കല്ലേ. വേണ്ട, ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാ വല്ല പുലുവാലും ആയാലോ? ഈ മനുഷ്യനൊക്കെ എങ്ങനെ വിശ്വസിക്കും? ഇങ്ങനെയൊക്കെ ചതിക്കാൻ മനുഷ്യർക്ക് പറ്റുമോ? മോളെ, അച്ഛൻ പറഞ്ഞതുപോലെയൊക്കെ തന്നെ ഞാൻ എല്ലാം തുടങ്ങിക്കഴിഞ്ഞു. ഇവൻ കൂർക്കം വലിച്ചുറങ്ങിക്കഴിഞ്ഞു. ഇവനൊരു പബ്ലിക് ന്യൂസൻസ് ആണല്ലോ. വെറും കൺട്രിയാ മോളെ. അച്ഛൻ ധൈര്യമായിട്ടിരിക്കെ, ഞാൻ ഏറ്റു അച്ഛാ. എനിക്കെന്റെ മോളെ നല്ല വിശ്വാസമാണ്. അച്ഛൻ വിശ്വസിച്ചോ? ഇനിയെല്ലാം ഈ നന്ദനയുടെ കൈപ്പിടിയിലായിരിക്കും അച്ഛാ. അച്ഛനെ കൊണ്ട് സാധിക്കാത്തത് ഈ മകൾ സാധിച്ചു തരും. Naughty girl.